ജെമിനായി, നിങ്ങളുടെ പാസ്റ്റിന് ഈ മാസം മെയ് മാസത്തിൽ നിങ്ങളുടെ പാസ്റ്റിന് ഒരു പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സണെ തിരിച്ചു എടുക്കണോ അതല്ലച്ചാ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യണോ, ആ തീരുമാനം നിങ്ങളുടെ ആയിരിക്കും. പക്ഷെ എന്താണ് ഈ പേഴ്സൺ എക്സാക്ട്ലി ഇന്റൻഷൻ വെച്ച് വരണത്, എന്താണ് അവരുടെ ട്രൂ ഇന്റൻഷൻസ്, എന്താണ് ഔട്ട്കം, അതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് മെസ്സേജസ് വരണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പൊ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. അപ്പൊ ഇത് ജെമിനായി സൺ, മൂൺ, റൈസിങ് സൈൻ, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സെഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ജെമിനായി, ഞാൻ ഇവിടെ കാണുന്നത് 10 of Swords ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. ഇത് കാണിക്കണത് എന്താ വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷന് വിട്ടു പോണു, നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, കുറെ ഒരു ബിട്രിയൽഡ് എനർജി, ആരോ നിങ്ങളെ ചതിച്ച പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷന് വിടാൻ തീരുമാനിച്ചു. ആൻഡ് നിങ്ങൾ അതുമാതിരി ഒരു പുതിയ തുടക്കത്തിലേക്ക് പോണു. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ടോട്ടലി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിരിക്കണു. ഇപ്പോൾ നിങ്ങൾക്ക് ആ എനർജി ഇല്ല, എഫേർട്ട് ഇടാനുള്ള ഒരു എനർജി ഇല്ല. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരിക്കണു. ഓക്കെ, 10 of Swords, 8 of Pentacles. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടതാണ് ഇതിൽ, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എഫേർട്ട് ഇടാൻ പറ്റാത്ത ഒരു മാതിരി. നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. ഞാൻ ഇവിടെ കാണുന്നത് കുറേ റിഗ്രറ്റ്സ് ഉണ്ട്, കുറേ വിഷമമുണ്ട്. ഒബ്വിയസ്ലി ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ എഫേർട്ട് ഇടാനുള്ള ഒരു എനർജി ഇല്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയും ഹെർമിറ്റ് ആണ്, വെർഗോ എനർജി. അപ്പൊ ഇവരും ഒരു ഐസൊലേഷനിലാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇവരും കാര്യങ്ങൾ അനലൈസ് ചെയ്യാണ്. എന്താ വെച്ചാൽ എന്തൊക്കെയാ ഉണ്ടായേ, അതിൽ അവർ എന്താണ് ചെയ്തത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായോ, അപ്പൊ അതൊക്കെ അവര് മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ബോണ്ട് അവർ ഫീൽ ചെയ്യണു. ഒരു സോൾമേറ്റ് കണക്ഷൻ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ അവർക്ക്. പക്ഷെ എവിടെയോ ഞാൻ കാണുന്നത് അവരിപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ചിലവർക്ക് ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സണും ഉണ്ടായിരുന്നു. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 7 of Cups. അപ്പോൾ 7 of Cups ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ക്ലാരിറ്റി ഇല്ല. രണ്ടാളും ഹീലിംഗ് സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ഇല്ല വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ല. എന്താ വെച്ചാൽ ഇവിടെ എന്താ വേണ്ടതെന്ന് നിങ്ങൾ രണ്ടാൾക്കും അറിയില്ല. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ, ഫ്യൂച്ചർ ഉണ്ടോ, ഒന്നും അറിയാത്ത ഒരു സ്റ്റേജാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ബേസിക്കലി ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. പിന്നെ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പോൾ എന്താ ഉണ്ടായി പാസ്റ്റില് 8 of Wands, 9 of Wands, Wheel of Fortune, Ace of Cups. അപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ കാണുന്നത് ഇൻഫാക്ട് കുറെ മുമ്പോട്ട് പോണ എനർജി ഉണ്ട്, പിന്നെ ഒരു സ്റ്റെപ്പ് പിമ്പാത്ത് എടുക്കണ എനർജി. അതൊരു പേടി കാരണം. എന്താ വെച്ചാൽ മേ ബി പാസ്റ്റിലും ഇതിൻ്റെ മുമ്പും നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പോട്ട് പോകണം എന്നുണ്ട്, പിന്നെ ആദ്യം ഒരു സ്റ്റെപ്പ് പിമ്പാത്തേക്ക് എടുക്കണമുണ്ട്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ കാണാണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ഡെസ്റ്റിനിയുടെ എനർജിയാണ്. എന്തോ ഒരു സഡൻ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിലുണ്ടായി. ഇവിടെ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കമാണ്. സൺ ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പൊ ഈ ഇഷ്യൂ ഉണ്ടാവണ കാരണം സീക്രറ്റ്സ്, ചില സീക്രറ്റ്സ് ഉണ്ടായിരുന്നു, കുറെ ഹിഡൻ
കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടാൾക്കും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അറിയണ്ടായിരുന്നില്ല, അതല്ല വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് പുറത്തു വന്നു, എന്തോ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നോ സീക്രട്ട്, അതല്ല വെച്ചാൽ ഇവരുടെ ഭാഗത്തു നിന്നാണോ അതറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി എന്തോ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ എന്താണ് ഇപ്പോ നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതിപ്പോ സഡൻലി മാറില്ലല്ലോ, പക്ഷെ കുറെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യണു. നിങ്ങൾ ചിലപ്പോൾ ടെംപ്റ്റഡും ആവും ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ, പക്ഷെ ഇവിടെ ഒരു പുതിയ തുടക്കത്തിന്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് വരാറുണ്ട്, പക്ഷെ അത് ഇപ്പോൾ തൽക്കാലം നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെക്കണു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ കുറെ ചാലഞ്ചസ് ഉണ്ടായതാണ്. എംപ്രസ് എനർജിയാണ് ഇവരുടെ ഫീലിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവർ നിങ്ങളെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നെ. ടെമ്പറൻസ്, ഏസ് ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്. അപ്പോൾ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർക്കുണ്ട്. അവര് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കണ്ടതാണ്. അപ്പോൾ അവരുടെ കറന്റ് ഫീലിങ്സ് ഇപ്പോഴും അതുമാതിരി തന്നെയാണ്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ? 7 ഓഫ് സോർഡ്സ്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. നൈറ്റ് ഓഫ് വോൺസും 7 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ കുറെ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. ഇപ്പൊ അത് നിങ്ങളാണോ അവരാണോ അറിയില്ല. കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ സിറ്റുവേഷനിൽ കുറെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്കത് പറയാൻ പറ്റിയില്ല. ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ ഇവിടെ കുറെ ഒരു ഡീപ്പർ ഇമോഷൻസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. എവിടെയോ ഒരു ഡിനയൽ എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സന്റെ ഇന്റൻഷനിൽ 3 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ തേർഡ് പാർട്ടി ഇവരുടെ സൈഡിലാണോ നിങ്ങളുടെ സൈഡിലാണോ അതറിയില്ല, ബട്ട് അതിന്റെ കാരണം അവർക്കും ഒരു വിഷമമുണ്ട്. അതിന്ന് അവർ ഹീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അവരുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാന്നാണ്. അപ്പൊ എന്താണ് ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? നിങ്ങളെ എടുക്കാൻ പോണ ആക്ഷൻ 10 ഓഫ് പെന്റിക്കിൾസ്, 10 ഓഫ് വോൺസ്. അപ്പൊ ഇവിടെ ബാഗേജ് കുറെ ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ മാരീഡും ആവാം, കല്യാണം കഴിഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ ആവാം. ഇത് നിങ്ങൾ ഈ സമയത്ത് ഒരു സ്റ്റേബിളായി ഫീൽ ചെയ്യില്ല. എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറെ ബാഗേജ് ഉണ്ട്, കുറെ ഹിസ്റ്ററി ഉണ്ട്, കുറെ ഇഷ്യൂസ് പാസ്റ്റിലും ഉണ്ടായിരുന്നു. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 9 ഓഫ് വോൺസ്, പേജ് ഓഫ് വോൺസ്. അപ്പോൾ അവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണു. ക്വീൻ ഓഫ് സോർഡ്സ് ഇവിടെ ക്ലാരിറ്റിയുടെ എനർജിയാണ്. 6 ഓഫ് വോൺസ്. അപ്പൊ അവർക്ക് ഇവിടെ സക്സസ് വേണം, അവർക്ക് ഇതിൽ മുമ്പോട്ടേക്ക് പോകണം എന്നുണ്ട്. കാരണം അവർ ക്ലാരിറ്റി വെച്ചിട്ടാണ് പറയണേ. അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനുള്ള പ്ലാൻ അല്ല അവരുടെ. എല്ലാം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, ക്ലിയർ ആക്കുക, അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവർ വരണത്. അപ്പോൾ ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് ടവർ. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാനൊരു ഷോക്കിംഗ് ചേഞ്ച് ആണ് കാണുന്നത്, ഒരു വലിയ മാറ്റം. ഈ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണത് തന്നെ അതൊരു ഷോക്കായിരിക്കാം. 7 ഓഫ് വോൺസ് ഇവിടെ ബ്ലോക്സ് ഉണ്ട്, കുറെ അൺഹെൽതി എനർജി കാണാണ്ട്, അപ്പോൾ ഒരു ടോക്സിക് എനർജി കാണാണ്ട്, കുറെ ഒരു വഴക്കിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ വഴക്ക് ഉണ്ടായിട്ടുണ്ട് മുമ്പെയും. ആൻഡ് അത് മതിയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിടാനുള്ള പ്ലാൻ വെച്ച്. പക്ഷെ എന്തോ ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താ തീരുമാനം വെച്ചാൽ അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരും ഒരുമാതിരി തീരുമാനിക്കില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ തിരിച്ചു വരാനുള്ള പ്ലാൻ ആണ് അവരുടെ. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ? യു ആൻഡ് ഐ വർ ടു യങ്. അപ്പം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓർ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ
ആ സമയത്ത് നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ കുറേ യങ് ആയിരുന്നു. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി എന്തോ പറയാനാണ് വരണത്, അവരുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കാനാണ് വരണത്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്, ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ എവിടെയും ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുക, ക്ലാരിറ്റി വരും. അതുമാതിരി പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ കാണുന്നത് ലിയോ എനർജി ഉണ്ട്, കാപ്രിക്കോൺ, സ്കോർപിയോ, ലീബ്ര, എക്വേരിയസ്, വെർഗോ. അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ കാണുന്നു. ക്യാൻസർ, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ച് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.